ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് RSS. ഇന്ത്യ എന്നല്ല, മറിച്ച് ഭാരതം എന്നാണ് വിളിക്കേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭരണഘടനയിൽ ഇന്ത്യ എന്ന് പരാമർശിച്ചിരിക്കുന്നതെന്നും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസൈഭാലെ ചോദിച്ചു. ഉത്തർപ്രദേശിലെ പഞ്ചശീൽ ബാലക് ഇന്റർ കോളേജ് ഓഡിറ്റോറിയത്തിൽ RSS സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചാണ് ദത്താത്രേയയുടെ ഈ പരാമർശം. നേതാവിന്റെ വാദം ഇങ്ങനെയാണ്: ഇന്ത്യ എന്നത് ഇംഗ്ലീഷ് പേരാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നൽകിയത്. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭരണഘടനയും ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് വിളിക്കുന്നതിന് കാരണം ബ്രിട്ടീഷ് അധിനിവേശമാണ്. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ ബോധത്തെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. മുഗളന്മാർ ഭാരതത്തെ കൊള്ളയടിച്ചു, നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തു, ഗുരുകുലങ്ങളെ നശിപ്പിച്ചു, പ്രാചീന സംസ്കാരത്തെ ഇല്ലാതാക്കി, നമ്മളെ ഭരിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ പെരുമാറിയതുപോലെ നമ്മൾ ഏറ്റവും താഴ്ന്നവരാണെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ നമ്മളെക്കാൾ മികച്ചവരാണെന്ന ചിന്ത നമുക്കുണ്ടായി. ഇംഗ്ലീഷ് മീഡിയം എന്ന ആശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ബിസിനസ് ഇവിടെ തഴച്ചു വളരുന്നത്. കൊളോണിയൽ കാലഘട്ടത്തെ മാനസികാവസ്ഥയിൽ നിന്നും നമ്മൾ മാറണമെന്നാണ് ദത്താത്രേയയുടെ വാദം. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ നമ്മുടെ സ്വത്വം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലോ അവരെ ദ്രോഹിക്കുന്നതിലോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആഗോള നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ഐക്യവും മാതൃകാപരവുമായ നേതൃത്വം ഇതിന് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം ദത്താത്രേയയുടെ വാക്കുകൾക്കെതിരെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തു വന്നു. നമ്മൾ നമ്മുടെ രാജ്യത്തെ ഭാരത്, ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എന്നെല്ലാം വിളിക്കാറുണ്ട്. ആർക്ക് എന്ത് വിളിക്കണമോ ആ പേരിലെല്ലാം രാജ്യത്തെ വിളിക്കാം. ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ സൈന്യം സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നാണ് പറയുന്നതെന്നും ഒമർ അബ്ദുള്ള കൂട്ടിച്ചേർത്തു. ശിവസേനയും ദത്താത്രേയയെ വിമർശിച്ചു. രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നതെന്ന് ശിവസേന MP പ്രിയങ്ക ചതുർവേദി കുറ്റപ്പെടുത്തി. സത്യത്തിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് RSS ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്നത്? എന്തർത്ഥത്തിലാണ് അവർ പുതിയ നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ RSS ഒറ്റപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട.